എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറും, ഞാൻ പറഞ്ഞാൽ വിസ വരും. ഞാനൊരു അപ്പസ്തോലനാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നന്മകളും ബ്ലോക്ക് ചെയ്യും എന്ന് പറഞ്ഞ ഒരു മഹാനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കാശ് കൊടുക്കരുത്, ടൈറ്റ് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നുകൊണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ I cancel your prosperity in the name of Jesus. I block it. ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ, my word is powerful. ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ, ഞാനൊരു അപ്പസ്തോലനാണ്, ഞാൻ നിന്റെ നന്മയെ മുടക്കിക്കളയുമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പസ്തോലനെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ടിനു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് പറഞ്ഞത്. സ്വന്തം സഭയിലെ വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആ സഭയിലെ ആരോ ഒരു വിശ്വാസി പറഞ്ഞു ടൈറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, അതായത് ദശാംശം കൊടുക്കേണ്ട കാര്യമില്ല, സ്വത്രാഴ്ച ഇടേണ്ട കാര്യമില്ല, എന്തെങ്കിലും പറഞ്ഞു കാണും. അത് പുള്ളി എങ്ങനെയോ അറിഞ്ഞു, അതിൻ്റെ പക തീർക്കാണ് പുള്ളി. ആരെങ്കിലും സഭയ്ക്ക് പൈസ കൊടുക്കാതിരുന്നാൽ, സ്വത്രകാഴ്ച കൊടുക്കാതിരുന്നാൽ, ദശാംശം കൊടുക്കാതിരുന്നാൽ, ഞാൻ ദൈവത്തോട് പറഞ്ഞ് അവൻ്റെ അനുഗ്രഹം മുടക്കും. ഇവനാര്? ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ആളോ? ഈ പുള്ളി ദൈവം എൻ്റെ പുള്ളിയുടെ പോക്കറ്റിലാണോ അതോ കൂടെ നടക്കുവാണോ? ഇങ്ങനെ പറയുമ്പോൾ അത് അവൻ തീർത്ത് കളഞ്ഞേരേട്ടോ, മറ്റവൻ അവനെ തട്ടിക്കളഞ്ഞേരേട്ടോ എന്ന് പറയുമ്പോൾ ചെയ്യാൻ ഈ പുള്ളി ദൈവത്തെ എന്തെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഇവരുടെ വിശ്വാസികളെയാണ്. ഇത് കേട്ടിട്ട് ഒരു കീബോർഡ് വായിക്കുന്ന ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ തലയാട്ടുണ്ട്. എന്ത് കണ്ടിട്ടാണ് അങ്ങനെ തലയാട്ടിയത്? അപ്പോൾ ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും, ഇവരെ പേടിയായിരിക്കും. കാരണം വിശ്വാസികൾ അങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ സമയത്ത് നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ 10 കൊണ്ടു കൊടുക്കണം, നിങ്ങൾ സ്വത്രകാഴ്ച കനത്തിലിടണം, നിങ്ങൾ ആഭരണമോ കാതി കിടക്കണതോ കഴുത്ത കിടക്കോ ഒക്കെ പറിച്ചിട്ടോ, ദൈവത്തിന് ഇഷ്ടമാണതൊക്കെ എന്ന് പറഞ്ഞാണ് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക ഈ വിശ്വാസികളെ. അത് കേട്ട് വിശ്വാസികളെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പാസ്റ്റർ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം വിശ്വാസികൾക്ക് വേണ്ട, വിശ്വാസികൾക്ക് പാസ്റ്റർ അനുഗ്രഹം മതി, പാസ്റ്ററെയാണ് ഇവർക്ക് പേടി. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചേക്കുകയാണ്, നിങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞ് ഞാൻ നിൻ്റെ അനുഗ്രഹത്തെ മുടക്കിക്കളയും, ഞാൻ പറഞ്ഞ വിസ വരും, ഞാൻ പറഞ്ഞ ക്യാൻസർ മാറും. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് ചെന്നിട്ട് അവർക്കെല്ലാം സൗഖ്യം ഇങ്ങനെ കൊടുക്കാത്ത എന്താ? ഈ ഒത്തിരിയും നഴ്സിംഗ് പഠിച്ച കുട്ടികൾ, അല്ലാതെ IT പ്രൊഫഷനിലുള്ളവർ ഒത്തിരിയും പേര് വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. വിസ കിട്ടാൻ, ജോലിക്ക് പോകാൻ, എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ. ഇവർക്കൊന്നും വിസ എത്തിച്ചു കൊടുക്കാത്തത് എന്താണ്? ഇതൊക്കെ നാടകമാണ്, വെറും നാടകം. അപ്പോൾ ഇവരെക്കുറിച്ച്, ഇങ്ങനെ പറയുന്നവരെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. അത് ഈ വിശ്വാസികൾ വീട്ടിൽ പോയി വചനം വായിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഇത് വിശ്വാസികളെയാണ് ഞാൻ പറയുന്നത്. കാരണം ഈ പാസ്റ്റർ പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ വിറ്റ് കാശാക്കുന്നു, ദൈവത്തിൻ്റെ വചനം വിറ്റ് കാശാക്കുന്നു. മുമ്പ് പലരും പ്രാർത്ഥിച്ച അസുഖങ്ങൾ മാറിയിട്ടുണ്ട്, പലതും നടന്നിട്ടുണ്ടാവാം. അത് പക്ഷെ വചനത്തിൻ്റെ ശക്തി കൊണ്ടാണ് സംഭവിച്ചത്. അതായത് ബൈബിളിലെ വചനത്തിൻ്റെ ശക്തി കൊണ്ട്, അല്ലാതെ അവരവരുടെ മിടുക്കല്ല. അത് സ്വയം പൊങ്ങിയിട്ടൊരു കാര്യമില്ല. അവർ വിശ്വസിക്കുന്ന വചനത്തിൻ്റെ അല്ലെ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അല്ലാതെ പുള്ളി അങ്ങ് പറയുന്ന പോലെ ഞാൻ പറഞ്ഞിട്ട് ഇത് നടക്കുമെങ്കിൽ, നിൻ്റെ ഇത് ഞാൻ നശിപ്പിച്ച് കളയും എന്ന് പറയുമ്പോൾ ആ ജനങ്ങൾ പേടിച്ച് വിറച്ച് കൈയടിക്കുക. എന്ത് മനുഷ്യരാലേ! അപ്പോൾ ആ വചനങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കിയാലോ, ബൈബിൾ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് ഇങ്ങനെയുള്ളവരെ കുറിച്ച്. അപ്പോൾ വെളിപ്പാട് എന്ന് പറയുന്ന പുസ്തകം ബൈബിളിലുണ്ട്. അതിൽ 2-ാം അധ്യായം 2-ാം വാക്യത്തിലൊരു കാര്യം പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാതിരുന്നതും ഞാൻ അറിയുന്നു. അതൊരു പക്ഷേ ഈ വിശ്വാസികളോടായിരിക്കും കേട്ടോ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവർ കള്ളന്മാരാണെന്ന് പറയുകയാണ്. അപ്പോസ്തോലന്മാരെന്ന് പറയുന്നവരെ കള്ളന്മാരെന്നാണ് പറയണത്. കാരണം ആദിമ നൂറ്റാണ്ടിലാണ് യേശുക്രിസ്തുവിന് അപ്പോസ്തോലന്മാരുണ്ടായിരുന്നത്. ആ അപ്പസ്തോലന്മാരെക്കുറിച്ച് അവിടെ എഴുതിയത്, അത് ഒരു അപ്പസ്തോലൻ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. ഈ വെളിപ്പാടെന്ന് പറഞ്ഞ പുസ്തകം എഴുതിയതും കർത്താവിൻ്റെ ഒരു ശിഷ്യനാണ് എഴുതിയത്. യോഹന്നാൻ എന്ന് പറഞ്ഞ ശിഷ്യനാണ് എഴുതിയത്. ഇത് ഭക്തിയുടെ വേഷം കെട്ടി ദൈവത്തെ വിറ്റ് കാശാക്കി ഏതും വിറ്റ് വരുമാനമാക്കുന്നവരെ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് നീ എന്നെ ഫോളോ ചെയ്യ്, നീ എൻ്റെ ചർച്ചിൽ വാ,
നീ എൻ്റെ ഇതിൽ വാ, എന്നാൽ മാത്രം നിനക്ക് അനുഗ്രഹം കിട്ടും, നിന്നെ സ്വർഗത്തിൽ ദൈവം കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രസംഗം നടത്തി വ്യാജമായി സംസാരിക്കുന്നവരുടെ വാക്ക് കേട്ട് പോവരുത് ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞ ആൾക്കാർ. ഇവർ ഭക്തി മൂത്തിട്ട്, ദൈവത്തോടുള്ള സ്നേഹം മൂത്തിട്ട് ഇവരുടെ പിന്നാലെ പോകുന്നത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കള്ളന്മാരെ നമ്മൾ തിരിച്ചറിയണം. ഇവർ കള്ളരാണെന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. ഇങ്ങനെയുള്ളവർ അപ്പസ്തോലന്മാർ അല്ലാതിരിക്കെ അപ്പസ്തോലന്മാരെന്ന് പറയുന്നവരെ കള്ളരെന്നാ പറയേണ്ടത്. അതുപോലെ മറ്റൊരു വാക്യം കൂടി നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യം. കർത്താവേ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും അങ്ങയുടെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. അപ്പോൾ ഈ മാതിരി കൊള്ളയടിക്കുന്നവരെ ദൈവം തീർത്ത് കളയും. അവരെ അറിയുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ പ്രസംഗം കേട്ട് ഇവരുടെ സഭയിലിരിക്കുന്ന വിശ്വാസികൾ ഉണ്ടല്ലോ, പുള്ളി സ്ഥാപിച്ച സഭയിലെ വിശ്വാസികളോടും പുള്ളിയുടെ പ്രസംഗങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരോടുമാണ് ഞാൻ പറയുന്നത്, അവരെ കള്ളന്മാരെന്ന എണ്ണിയിരിക്കുന്ന ദൈവം. അതോടൊപ്പം അവരെ അറിയുന്നില്ല. നിങ്ങൾ ദൈവത്തെ കാണാനോ ദൈവത്തെ മനസ്സിലാക്കാനാണോ ഇവരുടെ പിന്നാലെ പോകണമെങ്കിൽ നടക്കത്തില്ല. നിങ്ങൾ ദൈവത്തെ കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റില്ല. അതിന് പകരം നിങ്ങൾ ഏതാണോ, നിങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ടോ, കൃത്യമായിട്ട് ബൈബിൾ വായിക്കുക, അത് മനസ്സിലാക്കുക. അല്ലാതെ ഇയാൾ പറയുന്ന കേട്ടോണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലെ കാശെല്ലാം തീരും. കാരണം കൂലിപ്പണി ചെയ്തും തൊഴിലുറപ്പിന് പോയും ഇങ്ങനെ പെൻഷൻ കാശും കൊണ്ടൊക്കെ ജീവിക്കുന്നവരാ പലരും. ഇതെല്ലാം ഇവരുടെ സഞ്ചി കൊണ്ട് ഇടണമെന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെ നിന്നാണ് പൈസ? അവർക്ക് ജീവിക്കണ്ടേ, ഫുഡ് കഴിക്കണ്ടേ സാധാരണ ജനങ്ങൾക്ക്? ഇവർ മാത്രം ബെൻസ് കാറിലും ഓടി കാറിലൊക്കെ നടന്നാൽ മതിയോ? അവർക്കൊക്കെ ഇഷ്ടം പോലെ പൈസ, അവരുടെ മക്കൾക്ക് സ്വത്ത്, ഏതൊക്കെ സ്വിസ് ബാങ്കിൽ വരെ അക്കൗണ്ടുള്ള പാസ്റ്റർമാരും ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്, എല്ലാവിധ മതത്തിൻ്റെ പ്രമാണികളായ ആൾക്കാരെല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ വിശ്വാസികളോ ഇപ്പോഴും ദരിദ്രത്തിൽ കഴിയുക. അവരോടാണ് ഈ പിടിച്ചു വാങ്ങണത്. നീ സഭയിൽ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ നിൻ്റെ അനുഗ്രഹം തട്ടിക്കളയുന്നത്. എന്താ നല്ല ദൈവദാസനാണല്ലേ, എന്തോ നല്ല ലീഡറാണെന്ന് നോക്കിക്കേ. ഒരു അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? പുള്ളി സഭകളെ സ്ഥാപിച്ച വ്യക്തിയാണ്. ആ പുള്ളി എന്താ പറയണേ? എനിക്കും നിങ്ങൾക്കും വേണ്ടി ഞാൻ അധ്വാനിച്ചു എന്നാണ് പറയുന്നത്. പുള്ളി സ്വയം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ഈ വിശ്വാസികൾക്കും പുള്ളിക്കുമുള്ള ഉപജീവന മാർഗം കണ്ടെത്തിയെന്ന ബൈബിളിൽ എഴുതിയേക്കുന്നത്. അതല്ലാതെ അവിശ്വാസികളുടെ വീട്ടിൽ കിടക്കുന്ന എല്ലാ സാധനം പള്ളിയിലോട്ട് വരണമെന്നും ഏറ്റവും നല്ലത് നിങ്ങൾ കൊണ്ടേ കൊടുക്കണമെന്നോ ദശാംശം മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നോ എല്ലാ സ്വത്രാഴ്ചയും കൊടുക്കണം, അത് സ്പെഷ്യൽ ഗിഫ്റ്റ്, അതിന് ചർച്ചിന് അത് കൊടുക്കണം, ഇത് കൊടുക്കണം, ആ പിരിവ് ഈ പിരിവ് എന്നും പറഞ്ഞുള്ള കാശ് മൊത്തം ഉണ്ടാക്കി സ്വന്തം അക്കൗണ്ട് വീർപ്പിക്കുന്നതല്ലാതെ വിശ്വാസികൾക്ക് ഒരു പ്രയോജനം അതുകൊണ്ടില്ല. അപ്പം ദൈവത്തെ ഓർത്ത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ടിനു ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് വിശ്വാസികൾ, അല്ലെങ്കിൽ പൂർവ്വകാലത്തെ വിശ്വാസികൾ കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് സുവിശേഷത്തിന് വേണ്ടി. അവരെയൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. സാധു കൊച്ചു കുഞ്ഞു ഉപദേശി എന്ന് പറയുന്ന ആ വ്യക്തിയൊക്കെ, അവരൊക്കെ എന്തോ ഒരു കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് ഈ ഭൂമിയിൽ. അവർക്ക് സുഖം എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൽ അറിഞ്ഞിരുന്നില്ല. അവർ സുവിശേഷത്തിന് വേണ്ടിയാണ് കഷ്ടം സഹിച്ചത്. ദൈവത്തിൻ്റെ വചനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവർ കഷ്ടം സഹിച്ചത്. ആ ഒരു കഷ്ടം 1% പോലും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കില്ല എന്നത് മാത്രമല്ല, നിങ്ങൾക്ക് പണം വേണം, പണത്തിൻ്റെ മേലെ ഇരിക്കണം, പണത്തിൻ്റെ മേലെ കിടക്കണം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വലുപ്പമാക്കണം, നിങ്ങളുടെ ഭൂസ്വത്തുകൾ വലുതാക്കണം എന്നല്ലാതെ ഒരു സാധുവായ ഒരു വിശ്വാസിക്കോ ഒരു ഭക്തർക്കോ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിക്കാൻ യാതൊരു ആഗ്രഹമില്ലാത്ത വ്യക്തികളാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ മനസ്സിലാക്കുക. വിശ്വാസികളായ ജനം എന്ന് പറഞ്ഞ് ഇവരുടെ പുറകെ ഭക്തി മൂത്ത്, ദൈവത്തോടുള്ള ഭക്തിയാണ് പിന്നെ സഹിക്കാം, ഇങ്ങനെയുള്ള കള്ളന്മാരോടുള്ള ഭക്തി മൂത്ത് നടക്കുന്നത് വിട്ടിട്ട് ബൈബിൾ വായിക്കും മര്യാദയ്ക്ക്. ബൈബിൾ വായിച്ച് ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, ബൈബിളിൽ ഏത് ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ആ ദൈവത്തെ ഫോളോ ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.